നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പാലക്കാട്, തൃശൂർ ഉൾപ്പെടെ ശേഷിക്കുന്ന ജില്ലകളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് സമാപിക്കും. കൊട്ടിക്കലാശം ആവേശകരമാക്കാൻ തയ്യാറെടുപ്പോടെ മുന്നണികൾ. ഒളിവിൽ കഴിഞ്ഞിരുന്ന പോക്സോ കേസ് പ്രതിയായ കലാമണ്ഡലം അധ്യാപകൻ ചെന്നൈയിൽ വെച്ച് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ദേശമംഗലം സ്വദേശി കനകകുമാർ. ട്രെയിൻ യാത്രക്കിടെ യുവതിയുടെ സ്വർണ്ണാഭരണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 6 വർഷത്തിനു ശേഷം പിടികൂടി ഷൊർണൂർ റെയിൽവേ പോലീസ്. കാർ വിൽപ്പനയ്ക്കെത്തിയ യുവാവിന്റെ കാറും പണവും കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. തിരഞ്ഞെടുപ്പിൽ അഴിമതിക്കാരെയും വികസന വിരോധികളെയും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്ന് പാലക്കാട് മുന്നോട്ട്. പാലക്കാടിന്റെ വികസനം മുരടിപ്പിച്ചവരെ ഒറ്റപ്പെടുത്തണം. അഞ്ചുവിളക്കിൽ പാലക്കാട് മുന്നോട്ടിന്റെ പ്രത്യേക പ്രചാരണ പരിപാടി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പാലക്കാട്, തൃശൂർ ഉൾപ്പെടെ ശേഷിക്കുന്ന ജില്ലകളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. കൊട്ടിക്കലാശം ആവേശകരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. നാളെ നിശബ്ദ പ്രചരണത്തിനു ശേഷം വ്യാഴാഴ്ച രാവിലെ 7-ന് പോളിംഗ് തുടങ്ങും. 13-ന് ഫലമറിയാം. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇന്ന് പരസ്യപ്രചരണം സമാപിക്കും. 1 മാസത്തോളമായി നീണ്ടുനിന്ന പരസ്യപ്രചരണത്തിനാണ് വൈകിട്ട് സമാപനമാവുക. 7 ജില്ലകളിലാണ് പരസ്യപ്രചാരണ സമാപനം. ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും വാശിയേറിയ പോരാട്ടമാണ് നടക്കുക. അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. നാളെ രാവിലെ പോളിംഗ് സാമഗ്രികൾ വിതരണവും നടക്കും. വാണിയംകുളത്ത് കരുത്ത് തെളിയിച്ച് LDF റാലി. നഗരത്തെ ചെങ്കടലാക്കിയ റാലിയിൽ നേതാക്കളും പ്രവർത്തകരും അനുഭാവികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ അണിനിരന്നു. ടി ശശിധരൻ റാലി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ സ്വീകരിക്കുന്നത് ധാർമ്മികതയുണ്ടോ എന്നാണ്. സത്യസന്ധതയും ധാർമ്മികതയും ഉണ്ടോ? പറയുന്ന കാര്യങ്ങളിൽ ഒരു 50% ചെയ്യുന്നവരാണോ? ഇതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടു. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ ചവറെല്ലാം മീനാക്കാം, വെള്ളമെല്ലാം തേനാക്കാം, മണലെല്ലാം പഞ്ചസാരയാക്കാം. അങ്ങനെ സ്വർഗസ്ഥനായ സമൂഹത്തിന്റെ അറ്റത്ത് ദേവേന്ദ്ര സഭയിൽ ഉർവശി, മേനക, രംഭ, തിലോത്തമമാരുടെ നല്ല നൃത്തം, രാമച്ച വിശറി കൊണ്ടുള്ള കാറ്റ്, ആപ്പിള്, മുന്തിരി, നറുനണ്ടിക്കിഴങ്ങ്, പാല് തുടങ്ങിയതെല്ലാം തിളപ്പിച്ചും മാറ്റിയും വെച്ചിട്ടുള്ള സമൂഹം. അങ്ങനെയാണോ കേരളം? നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോഴും ദാരിദ്ര്യമൊക്കെ ചിരീശ ഉണ്ടെന്ന്. ചിരീശൊക്കെ ദാരിദ്ര്യമൊക്കെ ഉണ്ട്, പക്ഷെ അതിദാരിദ്ര്യം പോയി. കോൺഗ്രസ് എസ് ജില്ലാ കമ്മിറ്റി അംഗം MP ഉണ്ണി അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മമ്മിക്കുട്ടി MLA, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി A സിന്ധുമോൾ, ബ്ലോക്ക് പഞ്ചായത്ത് വാണിയംകുളം ഡിവിഷൻ സ്ഥാനാർത്ഥി K ഗംഗാധരൻ, മനിശ്ശേരി ഡിവിഷൻ സ്ഥാനാർത്ഥി V വിജിത, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ഭാസ്കരൻ, KP സുധീർ, K കൃഷ്ണകുമാർ, വാണിയംകുളം ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ, മനിശ്ശേരി ലോക്കൽ സെക്രട്ടറി M ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിലെ വികസന പോരായ്മകൾ ചൂണ്ടിക്കാട്ടി കുറ്റപത്രവും പുതിയ വികസന കാഴ്ചപ്പാടുകൾ ചൂണ്ടിക്കാട്ടി പ്രകടന പത്രികയും UDF പുറത്തിറക്കി. ഷൊർണൂരിൽ ഉറപ്പുള്ള മാറ്റം ഉണ്ടാക്കുമെന്നാണ് UDF മുനിസിപ്പൽ കമ്മിറ്റി പറയുന്നത്. ഷൊർണൂർ നഗരപരിധിയിലെ വികസന പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയുള്ള കുറ്റപത്രവും പുതിയ വികസന കാഴ്ചപ്പാടുകൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രകടന പത്രികയുമാണ് UDF മുനിസിപ്പൽ കമ്മിറ്റി പുറത്തിറക്കിയിരിക്കുന്നത്. നഗരപരിധിയിലെ തകർന്ന റോഡുകൾ 100 ദിവസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കും. കുളപ്പുള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ, SMB ജംഗ്ഷൻ, റെയിൽവേ സ്റ്റേഷൻ, ഷൊർണൂർ ടൗൺ വരെ നവീന മാതൃകയിലുള്ള നടപ്പാത നിർമ്മിക്കും. വനിതാ വ്യവസായ പാർക്ക് നടപ്പിലാക്കും. ഇന്ദിര ക്യാൻറ്റീനിലൂടെ കുറഞ്ഞ നിരക്കിൽ ഭക്ഷണ വിതരണം നടപ്പാക്കും. കാർഷിക മേഖല മെച്ചപ്പെടുത്തുന്നതോടൊപ്പം കർഷകർക്ക് മികച്ച വില ലഭ്യമാക്കുന്ന തരത്തിലുള്ള വിപണന കേന്ദ്രം സ്ഥാപിക്കും. തുടങ്ങിയ നിരവധി വികസന കാഴ്ചപ്പാടുകളാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. അതേസമയം നിലവിലെ വികസന പോരായ്മകളെക്കുറിച്ചാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്.
2021 ആധുനിക രീതിയിൽ നിർമ്മിച്ച ഷൊർണൂർ കുളപ്പുള്ളി പാതയുടെ തകർച്ച സമാനതകളില്ലാത്ത അഴിമതിയുടെ നേർക്കാഴ്ചയാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഷൊർണൂർ ഗവൺമെൻറ് ആശുപത്രി ഭരണവർഗത്തിൻ്റെ പിടിപ്പുകേടിൻ്റെ നേർസാക്ഷ്യമാണെന്നും പറയുന്നു. ഷൊർണൂർ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ 4 പതിറ്റാണ്ട് ഭരിച്ച ഷൊർണൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ലെന്നും UDF പുറത്തിറക്കിയ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടി. എന്തായാലും ഇത്തവണ വികസന മുന്നേറ്റത്തിനായി ഷൊർണൂരിൽ ഉറപ്പുള്ള ഒരു മാറ്റം ഉണ്ടാക്കാനാകുമെന്നും UDF നേതാക്കൾ പറയുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഹരിത തെരഞ്ഞെടുപ്പാക്കി മാറ്റുന്ന നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിൽ. ടൗണിലെ LP സ്കൂൾ മോഡൽ ഹരിത ബൂത്താക്കി മാറ്റും. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഡൽ ഹരിത ബൂത്ത് മിനിയേച്ചർ പ്രദർശിപ്പിക്കുമെന്നും ഇതിന്റെ പ്രവർത്തികൾ നടന്നുവരികയാണെന്നും അധികൃതർ പറഞ്ഞു. ഹരിത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ നഗരസഭ വ്യത്യസ്തമായ രീതിയിലുള്ള ഹരിത ബൂത്തുകളും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുമുള്ള തെരഞ്ഞെടുപ്പാണ് ഉദ്ദേശിക്കുന്നത്. ജില്ലാ ശുചിത്വ മിഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഹരിത തെരഞ്ഞെടുപ്പ് 2025 നടത്താൻ നിശ്ചയിക്കുകയായിരുന്നു. ടൗണിലെ LP സ്കൂളിലെ ബൂത്ത് മോഡൽ ഹരിത ബൂത്താക്കി മാറ്റും. വിതരണ കേന്ദ്രത്തിലും മാലിന്യം സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. മോഡൽ ബൂത്തിൻ്റെ മിനിയേച്ചർ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ മിനിയേച്ചർ പ്രദർശിപ്പിക്കുക. പ്രകൃതി സൗഹൃദമായ വസ്തുക്കൾ കൊണ്ട് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മിനിയേച്ചറിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നഗരസഭയിലെ തന്നെ ശുചീകരണ തൊഴിലാളികളായ ആനന്ദൻ, ബിജു ജോസ് എന്നിവരാണ്. ഓലയും പട്ടയും കൊണ്ട് ഹരിത ബൂത്തുകൾ തയ്യാറാക്കിയാൽ അവ പിന്നീട് വേസ്റ്റായി മാറുമെന്ന് കരുതിയാണ് പ്രകൃതി സൗഹൃദമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഇവിടെ ഹരിത ബൂത്തുകൾ ഒരുക്കുന്നതെന്ന് ക്ലീൻ സിറ്റി മാനേജർ P. ശിവൻ STVയോട് പറഞ്ഞു. അതുപോലെ തന്നെ അത്തരം മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതി സൗഹൃദമായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് മറ്റുള്ള ബൂത്തുകളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഓലയും പട്ടയും അതുപോലെ തന്നെ ഒക്കെ വെച്ചുകൊണ്ടാണ്. പക്ഷെ അത് കൂടുതൽ വേസ്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇത്തരം രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നഗരസഭ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ബൂത്തിലും ഹരിതകർമ്മസേനയെ മാലിന്യം ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പ്രകൃതി സൗഹൃദമായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച 3 ബിന്നുകൾ 3 ബൂത്തുകളിൽ സ്ഥാപിക്കും. മറ്റു ബൂത്തുകളിൽ പ്ലാസ്റ്റിക് ബിന്നുകളാണ് ഉപയോഗിക്കുക. എല്ലാ ബൂത്തുകളിലും മാലിന്യം ശേഖരിക്കാനും സംസ്കരിക്കാനുമായി ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ ഷൊർണൂർ. തിരഞ്ഞെടുപ്പിൽ അഴിമതിക്കാരെയും വികസന വിരുദ്ധരെയും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് മുന്നോട്ടിന്റെ പ്രചാരണം. അഞ്ചുവിളക്ക് പരിസരത്താണ് പാലക്കാട് മുന്നോട്ട് പ്രവർത്തകർ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത്. പാലക്കാട് നഗരത്തിനാവശ്യമായ വികസനങ്ങളെ തുരങ്കം വെച്ചവർക്ക് വോട്ട് നൽകരുതെന്ന് പാലക്കാട് മുന്നോട്ട് ആവശ്യപ്പെട്ടു. നഗരസഭയ്ക്ക് സമീപം അഞ്ചുവിളക്കിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി. പാലക്കാട്ട് ഗതാഗതക്കുരുക്കിന് പരിഹാരമായ മഞ്ഞക്കുളം ബസ് ലോറി സ്റ്റാൻഡ് ഇല്ലാതാക്കി ഭൂമി സ്വകാര്യ വ്യക്തിക്ക് കയ്യേറാനുള്ള അവസരമൊരുക്കിയതിൽ കോടികളുടെ അഴിമതിയാണ് നടന്നത്. ഒലവക്കോട്, പാലക്കാട് മാർക്കറ്റ്, നഗരം എന്നിവിടങ്ങളിലെ കണ്ണായ ഭൂമികൾ അന്യാധീനപ്പെടാനിടയാക്കിയത് ആരെന്ന് ജനം തിരിച്ചറിയണം. മാലിന്യ പ്രശ്നം, കുടിവെള്ളം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ചയാവുകയും പ്രതികരിക്കുകയും വേണമെന്നും പാലക്കാട് മുന്നോട്ട് പ്രസിഡന്റ് ഡോക്ടർ MN അൻവറുദ്ദീൻ ആവശ്യപ്പെട്ടു. S. സുരേന്ദ്രൻ, അബ്ദുൽ ജലീൽ, MN പരമേശ്വരൻ, C. ഉണ്ണികൃഷ്ണൻ, CN അപ്പുണ്ണി, K. ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രചാരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒളിവിൽ കഴിഞ്ഞിരുന്ന പോക്സോ കേസ് പ്രതിയായ കലാമണ്ഡലം അധ്യാപകനെ ചെന്നൈയിൽ നിന്ന് ചെറുതുരുത്തി പോലീസ് പിടികൂടി. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിനികളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്ന കേസിൽ കലാമണ്ഡലം വൈസ് ചാൻസലറുടെ പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ ദേശമംഗലം കൊല്ലൂർക്കാവിൽ 48 വയസ്സുള്ള കനകകുമാറിനെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. ചെറുതുരുത്തി പോലീസ് സ്ക്വാഡ് SI ജോളി സെബാസ്റ്റ്യൻ, SP POമാരായ വിനീത് മോൻ, ജയകൃഷ്ണൻ തുടങ്ങിയവരടങ്ങിയ സംഘമാണ് ചെന്നൈയിൽ നിന്ന് പിടികൂടിയത്. വടക്കഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ട്രെയിൻ യാത്രക്കിടെ യുവതിയുടെ സ്വർണ്ണാഭരണവും മൊബൈൽ ഫോണും അടങ്ങിയ ബാഗ് മോഷ്ടിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. ചെറുതുരുത്തി ആറ്റൂർ സ്വദേശിയായ 38-കാരൻ സനൂപാണ് പിടിയിലായത്. നിരവധി കളവ് കേസിലെ പ്രതി കൂടിയായ സനൂപ് 6 വർഷത്തിന് ശേഷമാണ് പിടിയിലാകുന്നത്. 2019 ഫെബ്രുവരി 20-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. അന്ന് മലബാർ എക്സ്പ്രസിൽ നിന്ന് കോഴിക്കോട് കല്ലായി സ്വദേശിനിയുടെ സ്വർണ്ണാഭരണവും മൊബൈൽ ഫോണും അടങ്ങിയ ലേഡീസ് ഹാൻഡ് ബാഗ് കവർച്ച നടത്തി ജാമ്യമെടുത്ത് മുങ്ങിയ നിരവധി കളവ് കേസിലെ പ്രതി
6 വർഷത്തിന് ശേഷമാണ് പിടിയിലാകുന്നത്. ചെറുതുരുത്തി ആറ്റൂർ മണപ്പടി വീട്ടിൽ 38-കാരനായ സനൂപിനെയാണ് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒഴിവിൽ കഴിഞ്ഞ് വരികയായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ വീട്ടുകാരുമായി ബന്ധപ്പെടാതെ പല സ്ഥലങ്ങളിലായി മാറി മാറി കഴിഞ്ഞു വരികയായിരുന്നു. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 10-ലേറെ കളവ് കേസുകളും അടിപിടി കേസുകളും ഉണ്ടെന്ന് റെയിൽവേ പോലീസ് പറയുന്നു. പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ SI അനിൽ മാത്യുവിന് പുറമെ ASI സുരേഷ് മണികണ്ഠൻ, സീനിയർ CPOമാരായ അബ്ദുൾ മജീദ്, നിഷാദ് എന്നിവരുമുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കാർ വിൽക്കാൻ എത്തിയ യുവാവിന്റെ കാറും പണവും കവർന്ന കേസിലെ 2 പ്രതികളെ കൂടി ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട ആളൂർ പതിയാരത്ത് പറമ്പിൽ സജിമാമ എന്ന 30 വയസ്സുള്ള ആന സജി, കാപ്പ കേസിൽ നാടുകടത്തിയ ചെറുതുരുത്തി കല്ലടി കുന്നത്ത് വീട്ടിൽ 29 വയസ്സുള്ള അഷറഫ് എന്നിവരാണ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത്. വീടുകളിൽ ഇവർ എത്തിയിട്ടുണ്ടെന്ന് കുന്നംകുളം SPക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ വിനുവിന്റെ നിർദ്ദേശപ്രകാരം SI AR നിഖിൽ, സ്പെഷ്യൽ ബ്രാഞ്ച് SI സലീം എന്നിവരുടെ പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നവംബർ 15-ന് കിള്ളിമംഗലം മണലാടി സ്വദേശി അബ്ദുൾ ഷംനാദിനെ ആക്രമിച്ച് പണവും കാറും കൈക്കലാക്കിയ കേസിലെ കൂട്ടുപ്രതികളാണ് ഇവർ. 1-ാം പ്രതി അടക്കമുള്ളവർ മുൻപ് പോലീസ് ജയിലിലടച്ചിരുന്നു. നിലവിൽ അറസ്റ്റ് ചെയ്ത 2 പ്രതികളെ വടക്കാഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പത്തിരിപ്പാല പേരൂർ കൈപ്പയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവപുരാണ ജ്ഞാനയജ്ഞം തുടരുന്നു. ഡിസംബർ 15-ന് തിങ്കളാഴ്ച യജ്ഞത്തിന് സമാപനമാകും. ബ്രഹ്മശ്രീ മുണ്ടാരപ്പിള്ളി മഹേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. പരിമളം ബാബു, കുറിച്ചി നാരായണൻ നമ്പൂതിരി എന്നിവരാണ് സഹാചാര്യന്മാർ. അപൂർവം ചില ശിവക്ഷേത്രങ്ങളിൽ മാത്രമാണ് ശിവപുരാണ മഹായജ്ഞം നടക്കാറുള്ളത്. തിങ്കളാഴ്ച രാവിലെ ശിവ സഹസ്രനാമജപം, പുരാണ ഗ്രന്ഥ സമർപ്പണം, ശിവപുരാണ പാരായണം, രുദ്രാഭിഷേകം, അന്നപ്രസാദം, വൈകിട്ട് പാർവതി സ്വയംവര ഘോഷയാത്ര, ആചാര്യ പ്രഭാഷണം എന്നിവയുണ്ടായി. 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് ഉമാമഹേശ്വര പൂജ, ദീപാരാധന, രാത്രി യജ്ഞശാലയിൽ ദീപാരാധന, ഭജനമ ദീപപ്രദക്ഷിണം, മംഗളാരതി തുടങ്ങിയവ നടന്നു. ഡിസംബർ 16-ന് പ്രതിഷ്ഠാ ദിനത്തോടെ 12 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാശിവപുരാണ ജ്ഞാനയജ്ഞം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തിരഞ്ഞെടുപ്പിൽ ബൂത്തുകൾ ഹരിത ബൂത്തുകളായി മാറുന്നതിന്റെ ഭാഗമായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 27 ബൂത്തുകളിലേക്കുമുള്ള കൊട്ടകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഹരിത കർമ്മസേനയുടെ 28 അംഗങ്ങൾ. തെങ്ങിനോല കൊണ്ട് തീർത്ത വലിയ കുട്ടകളാണ് ഇവർ നിർമ്മിക്കുന്നത്. ഒരു ബൂത്തിലേക്ക് 3 എന്ന ക്രമത്തിൽ 100 കുട്ടകളുടെ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ബൂത്തുകൾ ഹരിതപൂർണ്ണമാക്കുക എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിൽ പ്രവർത്തിക്കുന്ന 27 ബൂത്തുകളിലേക്ക് മാലിന്യം ശേഖരിക്കുന്നതിനായി 28 അംഗ ഹരിത കർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിൽ തെങ്ങിനോല കൊണ്ട് തീർത്ത വലിയ കുട്ടകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ്. ഒരു ബൂത്തിൽ 3 കൊട്ടകൾ എന്ന രീതിയിലാണ് നിർമ്മാണം. ആകെ 100 കുട്ടകൾ ഇവിടെ നിർമ്മിക്കും. കുട്ടകൾ നിർമ്മിക്കുന്നതിന്റെ നിർമ്മാണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MS രോഹിണി, അസിസ്റ്റന്റ് സെക്രട്ടറി PK ശോഭന, മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് നിർവഹിച്ചു. 2025 വർഷത്തെ തിരഞ്ഞെടുപ്പിനായിട്ട് നമുക്ക് ഹരിതചട്ടം പാലിക്കണം എന്നുള്ളൊരു സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാ ബൂത്തുകളിലേക്കും മറ്റേ ബയോബിൻ എന്നുള്ള രീതിയിൽ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹരിതകർമ്മസേനകൾ നമുക്ക് ഓല കൊണ്ടുള്ള കൊട്ട നിർമ്മിക്കുകയാണ്. നമ്മൾ എല്ലാ ബൂത്തിലേക്കും ഹരിതചട്ടം പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഈ കൊട്ടകൾ നൽകി പൂർണ്ണമായിട്ടും ഹരിത ഇലക്ഷനായിട്ട് നടത്താനാണ് വള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനം. ഹരിതകർമ്മസേന പ്രസിഡന്റ് KR ഗീത, സെക്രട്ടറി PS ഷെജില എന്നിവരാണ് നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂരിൽ സംഘടിപ്പിച്ച ഐക്യ ക്രിസ്തുമസ് കരോൾ വേറിട്ട അനുഭവമായി. വിവിധ സഭകളിൽ നിന്നുള്ള കരോൾ ഗാനങ്ങളും കലാപരിപാടികളും നടന്നു. ഷൊർണൂർ YMCAയും ഷൊർണൂരിലെ ക്രൈസ്തവ സഭകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഐക്യ ക്രിസ്തുമസ് കരോൾ സംഘടിപ്പിച്ചത്. ഞായറിൻ്റെ സായാഹ്നം വേറിട്ട അനുഭവമായി. ഷൊർണൂർ YMCAയുടെയും ഷൊർണൂരിലെ ക്രൈസ്തവ സഭകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഷൊർണൂർ മൈൽവാനം ഓഡിറ്റോറിയത്തിൽ ഐക്യ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചത്. വിവിധ സഭകളിൽ നിന്നുമെത്തിയവർ കരോൾ ഗാനങ്ങൾ ആലപിച്ചു.
കൂടാതെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മാത്യു പി എബ്രഹാം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഡ്വക്കേറ്റ് CT രാജൻ, ഫാദർ ഡേവിഡ് നെറ്റിക്കാടൻ, പ്രിൻസ് ജോർജ്, ഫാദർ അനു കളപ്പുരയ്ക്കൽ, ലോറൻസ്, സിബി തോമസ്, ഷെൻ പി തോമസ്, MP പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. ആ പാപത്തിനെ അതിജീവിക്കാനായിട്ട് ക്രിസ്തു പിതാവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന ഗെത്സമനയിൽ പ്രാർത്ഥിച്ച് അത് കാൽവരിയിലെ കുരിശിൽ പൂർത്തിയാക്കിയപ്പോൾ ഇതാ എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന് പറഞ്ഞ് കുരിശിൽ കിടന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി അനുസരിച്ചപ്പോഴാണ് രക്ഷ കടന്നു വന്നിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനത്തിന് എങ്ങനെ ഒരുങ്ങാമെന്ന് പറഞ്ഞാൽ ദൈവവചനം പ്രാവർത്തികമാക്കി വചനത്തെ നമ്മുടെ ജീവിതങ്ങളിൽ മാംസം ധരിക്കാനായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് എന്നാണ് ഉത്തരം. സെന്റ് ആന്റണീസ് ചർച്ച്, സെന്റ് മേരീസ് ചർച്ച്, സെന്റ് ആഗ്നസ് ചർച്ച്, സെന്റ് പോൾസ് CSI ചർച്ച്, ഇമ്മാനുവൽ മാർത്തോമ ചർച്ച് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഐക്യ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചത്. നിരവധി പേർ കരോളിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പാലക്കാട്, തൃശൂർ ഉൾപ്പെടെ ശേഷിക്കുന്ന ജില്ലകളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് സമാപിക്കും. കൊട്ടിക്കലാശം ആവേശകരമാക്കാൻ തയ്യാറെടുപ്പോടെ മുന്നണികൾ. ഒളിവിൽ കഴിഞ്ഞിരുന്ന പോക്സോ കേസ് പ്രതിയായ കലാമണ്ഡലം അധ്യാപകൻ ചെന്നൈയിൽ വെച്ച് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ദേശമംഗലം സ്വദേശി കനകകുമാർ. ട്രെയിൻ യാത്രക്കിടെ യുവതിയുടെ സ്വർണ്ണാഭരണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ 6 വർഷത്തിനു ശേഷം പിടികൂടി ഷൊർണൂർ റെയിൽവേ പോലീസ്. കാർ വിൽപ്പനയ്ക്കെത്തിയ യുവാവിന്റെ കാറും പണവും കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. തിരഞ്ഞെടുപ്പിൽ അഴിമതിക്കാരെയും വികസന വിരോധികളെയും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്ന് പാലക്കാട് മുന്നോട്ട്. പാലക്കാടിന്റെ വികസനം മുരടിപ്പിച്ചവരെ ഒറ്റപ്പെടുത്തണം. 5 വിളക്കിൽ പാലക്കാട് മുന്നോട്ടിന്റെ പ്രത്യേക പ്രചാരണ പരിപാടി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.